വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പോപ്കോൺ ഉണ്ടാക്കാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. പോപ്കോൺസ് ഉണ്ടാക്കാനായിട്ട് നല്ല വായ്വട്ടമുള്ള അടച്ചു വെക്കാൻ പറ്റുന്ന വലിയൊരു പാത്രമാണ് നല്ലത്. ഗ്യാസ് ഓൺ ആക്കിയിട്ട് പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാൻ ആഡ് ചെയ്തത്. ബട്ടർ തനി ഉപയോഗിച്ചാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ കോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണേ. കോൺസ് ഒക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്. ഉണങ്ങിയ ചോളാണ് കേട്ടോ നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണേ. അതിനുശേഷം നമ്മുടെയൊക്കെ പാകത്തിനുള്ള ഉപ്പും അല്പം മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് ചെയ്യണേ. ഫുൾ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ പോപ്കോൺ ഉണ്ടാക്കേണ്ടത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ കോൺസ് പൊട്ടണ സൗണ്ട് കേൾക്കാം. ദേ ഇങ്ങനെ. പോപ്കോൺസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തണം, അല്ലെങ്കിൽ അടിയിലുള്ളത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇത് ഇത്ര സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോപ്കോൺസ് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കുന്നത് കാണുന്നത് തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.